എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം മാസ്റ്റർ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഞാൻ ഇന്ന് ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് ഞാൻ ഓർത്തത് അതെന്നാൽ നിങ്ങളിലേക്കും കൂടി എത്തിക്കാം. എനിക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞു തന്നതാണ്. അദ്ദേഹം തന്നെ എനിക്ക് കുറച്ച് സാധനം തന്നു. ഇതെന്താന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ അടീനിയത്തിന്റെ സീഡാണ് കേട്ടോ. ഇത് എന്നോട് ചോദിച്ചു ഇത് തന്നിട്ട് ഇതെങ്ങനെയാ മുളപ്പിക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ മണ്ണിൽ ഇട്ടിട്ട് അതിന്റെ മുകളിലിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് അങ്ങനെയല്ലേ കിളിപ്പിക്കാന്ന് ചോദിച്ചു. എനിക്ക് നമ്മുടെ വേറൊരു ഫാമിലി മെമ്പർ ഒരു ആന്റി തന്നതാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് കുറച്ച് പ്ലാന്റുകൾ മുളപ്പിച്ചെടുത്തത്. അതുപോലല്ലേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അങ്ങനല്ല, ഈ ഒരു മെതേഡ് നോക്കാൻ പറഞ്ഞു. ഈ ഒരു മെതേഡ് എന്താന്ന് വെച്ചാല് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ മടക്കി വെക്കുക. ഇപ്പൊ ഇത്രയൊക്കെ മടക്കി വെച്ച് കുറച്ച് സീഡ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കാര്യം ഞാൻ ഓർത്തത്. അപ്പൊ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാം. ചിലർക്ക് അറിയായിരിക്കും, എനിക്ക് ഇന്ന് കിട്ടിയ ഒരു അറിവാണ് കേട്ടോ. ഇത് സക്സസ് ആവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹമൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 10-15 വർഷമായിട്ട് അടീനിയം വളർത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇല്ലാഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് പാത്രവും ടിഷ്യൂ പേപ്പറും ഒക്കെ റെഡിയാക്കി വെച്ച് ഇത് ചെയ്തുകൊണ്ട് ഇത് ഇത്രയും ഞാൻ ചെയ്തു വെച്ചു. അപ്പോൾ ഓർത്ത് വന്ന നിങ്ങളിലേക്കും കൂടെ എത്തിക്കാന്ന്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ആദ്യമേ ഒരു ടിഷ്യൂ പേപ്പർ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ സീഡ് വെക്കുക. അതിനുശേഷം ബാക്കി എന്താന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഞാൻ ഇതുപോലെ നമ്മുടെ ആ ടിഷ്യൂ വെച്ചിട്ട് ആ സീഡ്സ് എല്ലാം അതിലേക്ക് നിരത്തി. ഇനിയുണ്ട് പരിപാടി. അതിനിടയ്ക്ക് ഞാൻ ഒരു പരിപാടി കാണിച്ചു തരട്ടെ. പണ്ട് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇത് കണ്ടോ, നമ്മുടെ തിണ്ണ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദിനിക്കുട്ടി വന്ന കാരണം അവക്കുള്ള സ്ഥലം റെഡിയാക്കി എടുക്കണമായിരുന്നു. അപ്പൊ അവിടെ കൊണ്ടുവച്ചതെല്ലാം വാതക കൊണ്ടുവച്ച് പഴയ പടുതിയായി. മൂഷികശ്രീ വീണ്ടും മൂഷികശ്രീ എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. അതുകൊട്ടെ, ഇനിയിപ്പോ എന്നാ ചെയ്യണമെന്നറിയോ? ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ സീഡിന്റെ മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാത്തിലും. ഇത് കൂടി പോണ്ട്, ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ മതി കേട്ടോ. ആ ടിഷ്യൂ പേപ്പർ ഒന്ന് നനയുന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്തൊരു പരിപാടിയുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് വേറൊരു ടിഷ്യൂ പേപ്പറും കൂടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന്റെ മുകളിലേക്കും കൂടെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒത്തിരി വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മതി. അതിനുശേഷം ആ പാത്രം അതിന്റെ അടപ്പിട്ട് നന്നായിട്ട് അങ്ങ് അടച്ചങ്ങ് മാറ്റി വെച്ചേക്കുക. എല്ലാത്തിനും അതിന്റെ ക്യാപ്പ് ഇട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിന് മാത്രം അതിന് അടപ്പ് കിട്ടിയില്ല. ഇവിടെ ഞാൻ തപ്പിയിട്ട് കണ്ടില്ല, ഇത് എവിടെയോ മിസ്സായിപ്പോയി. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതെനിക്ക് അറിയില്ല കേട്ടോ. എന്റെ ചുമ്മാ ഒരു ഐഡിയക്ക് തോന്നുന്നതാണ്. ഏതായാലും അത്രയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മൂടണമല്ലോ എന്ന് ഞാൻ ഓർത്തത്. അത് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് കയറ്റി വെക്കാം. ആ അടപ്പില്ലാത്ത അത് ഞാൻ ഇതുപോലെ കവറിനകത്തിട്ട് കയറ്റി വെച്ചു. ഇനി നമുക്ക് ഇത് വെയില് അടിക്കാത്ത ഷെയ്ഡിലേക്ക് ഇത് മാറ്റി വെക്കണം. വെയിൽ തട്ടരുത്. നമുക്കത് ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാനൊന്നുമില്ല. ഇത് 100% ഷുവറാണ്. നല്ല ഗ്രോത്ത് കിട്ടും. അവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം പോവില്ല. അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എന്നോട് ഈ രീതി പറഞ്ഞു തന്നത്. ഞാനിതെങ്ങും കണ്ടിട്ടില്ല. ആരും ഈ ഒരു മെതേഡ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാനായിട്ടായിരിക്കും കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റ വാക്കോ അവസാന വാക്കോ ഒന്നും അല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് സീഡ് വേറെ മിച്ചമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് സാധാരണ നടുന്ന പോലെ മണ്ണിൽ നടാം. അപ്പൊ രണ്ടും നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്നാ ചെയ്യാന്ന് വെച്ചാൽ എന്നാന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കും ഗുണമാവുമല്ലോ. അപ്പൊ മണ്ണിലും കൂടെ ഇപ്പൊ ഇത്രയും സീഡുണ്ട്, പാത്രങ്ങളില്ല. ഇനി എല്ലായിടത്തും പോയി നമുക്ക് പാത്രം തരാമെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാക്കി ആ മിച്ചം വന്നത് നമുക്ക് സാധാരണ മണ്ണിൽ നടാം. എന്നിട്ട് രണ്ടിന്റെയും ഗ്രോത്ത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനത് മണ്ണിൽ നട്ടിട്ട് അതുകൂടെ കാണിച്ചു തരാം. ഇനി ബാക്കിയുള്ള സൈഡ് മണ്ണിൽ നടന്ന കാര്യം പറഞ്ഞില്ലേ, അതിന് ഞാൻ സാധാ മണ്ണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ലെവൽ ചെയ്തിട്ട് ഇപ്പം ഒക്കെ ഒന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് സൈഡ് ഇതിലേക്ക് ഒന്ന് പെറുക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ സീഡ് നടുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് സാഫ് വെള്ളത്തിൽ മുക്കി ഒന്ന് കുതിർത്ത് കഴിഞ്ഞാൽ സീഡ് മുളയ്ക്കുന്നത് പെട്ടെന്നായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ സീഡ് മുളയ്ക്കാൻ തുടങ്ങിയെന്നിരിക്കും.
അതോ അതിശയോക്തിയൊന്നുമില്ല. ഒന്ന് സാഫ് വെള്ളത്തിൽ നിങ്ങൾ കുറച്ചു നേരം കുതിർത്ത് വെക്കുക. എന്നിട്ട് സീഡ് പാകുക. അപ്പൊ പെട്ടെന്ന് മുളച്ചു കിട്ടും. അപ്പൊ നമുക്കറിയില്ല ഏതാണ് ഫാസ്റ്റ് ഗ്രോയിങ് എന്ന്. അതുകൊണ്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് പരീക്ഷിച്ച് രണ്ടും നോക്കാം നമുക്ക്. അപ്പൊ സീഡ് എല്ലാം ഞാൻ നമ്മുടെ ഇതിലേക്ക് പാകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് അത്യാവശ്യം ഒരു സാധനമാണ് സാഫ്. മഴക്കാലത്ത് ചെടി വളർത്തുന്നവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനം. അത് ഇതിനകത്തേക്ക് ഇങ്ങനെ കുറച്ചങ്ങ് വെതറി കൊടുക്കുക. ഇതൊക്കെ എന്റെ പരിപാടികളാണ് കേട്ടോ. വേറെ യൂട്യൂബിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന രീതികളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പൊങ്കാല ഇടാൻ ആരും വരില്ല, ഇങ്ങനെയൊന്നും അല്ലെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്റെ മെതേഡ് ഇഷ്ടമുള്ളവർക്ക് ഫോളോ ചെയ്യാം, മെച്ചമാണെന്ന് തോന്നിയാൽ. എന്നിട്ട് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് കുറേശ്ശെ മണ്ണങ്ങ് തൂക്കി കൊടുക്കുക. മൊത്തം ആ സൈഡ് മണ്ണിനടിയിൽ പോകണം. അതിനാണ് നമ്മൾ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് മണ്ണ്, ഒത്തിരി മണ്ണ് ഇടരുത് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന കയ്യിൽ എടുത്താണ് ഞാൻ വിതറി കൊടുക്കുന്നത്. അതുപോലെ ഇടാവുള്ളൂ. ഒത്തിരി മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണിനടി സൈഡായി പോകും, സൈഡ് കിളിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒന്നും സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് എന്താന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ടിഷ്യൂവിനകത്ത് വെച്ചത് വെള്ളം സ്പ്രേ ചെയ്തു, അതിനകത്ത് ഈർപ്പമില്ല. ഈർപ്പം വേണം. ഇതെന്ന് പറഞ്ഞാൽ മണ്ണ് നനഞ്ഞിരിക്കുന്നത് മഴ കാരണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ ഉണക്കാവുന്നുണ്ട്, മണ്ണ് ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ നോക്കാം. മഴ നനയാത്ത, വെയിൽ കൊള്ളാത്ത ഒരിടത്തേക്ക് ഇത് മാറ്റി വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അതും മറന്നു പോകരുത്. അപ്പൊ നമുക്കിത് നോക്കാം ആരാണ് ആദ്യം എന്നുള്ളത്. അപ്പൊ അതിന്റെ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വരാം, നോക്കാം. ഓരോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വെച്ചൊരു പ്ലാന്റ് ആണ് ഇത്. സിംഗപ്പൂരിൽ നിന്ന് വന്നതെന്നാണ് പറയുന്നത്. ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ആ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ പുറകെ ഇടുന്നുണ്ട്. അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊരു കഥയാണ് ആ വീഡിയോ. അപ്പൊ ഇത് അവിടുന്ന് എനിക്ക് ആ ഒരു ആന്റി തന്നതാണ്. സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയ പ്ലാന്റ് ആണ്, കൊണ്ട് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അങ്ങ് ഇന്ന് പോട്ട് ചെയ്തു. നമ്മള് സീഡെല്ലാം ഇട്ടിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നത്തെ ഒരു അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതിന് ഒരു ദിവസം കൊണ്ട് അഡീനിയം സീഡ് മുളയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മണ്ണിലിട്ടിരിക്കുന്ന ഒന്നും ഒരനക്കവും ഇല്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം, നിങ്ങൾ തന്നെ നോക്ക്. ഞാൻ പറഞ്ഞത് നുണയാണോ കള്ളമാണോ സത്യമാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കുക. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ടിഷ്യൂലിട്ട സീഡ് പൊട്ടി തുടങ്ങി, മുളയ്ക്കാൻ തുടങ്ങി. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞാൽ അതിശോക്തി ഒന്നും പറഞ്ഞതല്ല കേട്ടോ. ഒരു ദിവസം കൊണ്ട് അഡീനിയം സീഡ് മുളപ്പിക്കാന്ന് പറഞ്ഞാല് ചിലവർക്കും ക്യാപ്ഷനിൽ കൊടുത്ത ആൾക്കാരെ ആകർഷിക്കാനാണ്. നമ്മുടെ ആർസിക്കാണിൽ അങ്ങനെ ഒന്നും പറയുക നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. നമ്മൾ ഒരു നുണയും പറയുകയില്ല ആരോടും. എന്നുവെച്ചാൽ നമ്മുടെ ചാനലിന് അങ്ങനെ റീച്ച് വേണ്ട. കള്ളത്തരം പറഞ്ഞ് നമ്മൾ ഓരോ ക്യാപ്ഷനും കൊടുത്ത് നിങ്ങൾ അതിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ അതൊന്നും അല്ല അതിനകത്ത് കാണിക്കുന്നെങ്കിൽ നിങ്ങൾ വന്ന പോലെ ഇറങ്ങിപ്പോകും. അപ്പൊ നമ്മൾ സത്യസന്ധമായ കാര്യമാണ് നമ്മുടെ ആർസിക്കാണിൽ നിങ്ങളെ കാണിക്കുന്നത്. ഇനി ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവനെ ഇങ്ങനെ വെച്ചിട്ട് ഈർപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ശകലേശ വെള്ളം അതിന്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രേ, ഒത്തിരി ഒരു ഒഴിക്കരുത് കേട്ടോ. ശകലേശ ഒരു ഈർപ്പം മതി. പിന്നെ നമ്മൾ ആ ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മൾ പിന്നെ ആ ഇതാഴ്ച അടച്ച് വെക്കുമ്പോഴത്തേന് അതിൽ പിന്നെ ഈർപ്പം ആയിക്കോളും. എന്നിട്ട് പിന്നെ പഴയ പോലെ തന്നെ അവനെ റീപ്ലേസ് ചെയ്ത് വെക്കുക. അടപ്പ് കൊണ്ട് അടച്ചിട്ട് മാറ്റി അങ്ങ് വെക്കുക. ഇനി അടുത്ത അപ്ഡേഷൻ നമുക്ക് ഇന്ന് ഒരു ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഈ 5-ാം പൊക്കമാകട്ടെ, അന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീണ്ടും ഞാൻ എല്ലാം ഇതുപോലെ ഇവിടെ ഭദ്രമാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി അപ്ഡേഷനൊക്കെ നമുക്ക് പുറകെ കാണിച്ചു തരാം. അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നമ്മുടെ അഡീനിയത്തിന്റെ പ്രോഗ്രസ് നിങ്ങളെ കാണിക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്ന് 7 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പം നല്ല പ്രോഗ്രസ് ആണ്. നമ്മുടെ അഡീനിയം സീഡ് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിർത്ത് കിട്ടും. നോക്കി, ചിലതൊക്കെ പൊങ്ങി വന്നു. അപ്പം മണ്ണിലിടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബാക്കി കുറേ ഉണ്ട്, അതുമല്ല ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെല്ലാം കാണിക്കാം കേട്ടോ. ഈ സീഡുകളെല്ലാം ഇവിടെ കിളുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ ആ ടിഷ്യൂ പേപ്പർ മുകളിലത്തെ ഇടണ്ട,
അങ്ങ് അടച്ചങ്ങ് വെക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇനിയിപ്പോ ഞാൻ നമ്മുടെ മണ്ണിൽ പാകിയിരിക്കുന്നതും കാണിച്ചു തരാം. അത് 7 ദിവസത്തെ ഗ്രോത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതുകൊണ്ട് അവിടെയെല്ലാം മുളച്ചപ്പം ടിഷ്യൂ പേപ്പറിൽ നമ്മൾ പാകിയ സീഡെല്ലാം മുളച്ചു കഴിഞ്ഞപ്പം ഇവിടത്തേത് മുളച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം മനസ്സിലായല്ലോ ഏതാണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സീഡ് മുളച്ചു കിട്ടുന്നതെന്ന്. അപ്പൊ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി ബാക്കി നമുക്ക് തൈ പറിച്ചു നടന്നതും ബാക്കി എല്ലാം നമുക്ക് ഈ വീഡിയോ കാണാം കേട്ടോ. നമ്മളിവിടെ പാകിയ അടീനയൊക്കെ ഈ ഒരു രീതിയിലേക്ക് മുളച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് നിർത്തിക്കഴിഞ്ഞാൽ ആ ചെടി പോകും. അപ്പം നമ്മളിത് ചെറിയ പോട്ടിലേക്ക് പറിച്ചു നടുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെറിയ പോട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു ട്രേ പോലുള്ളത് എടുത്തിട്ട് അതിലേക്ക് എല്ലാം നട്ട് കുറച്ചുകൂടെ വലുതായതിനു ശേഷം നിങ്ങൾ വേറെ നട്ടാലും മതി. ഇനിയിപ്പോൾ ഞാനിത് പറിച്ചു നടുന്നത് വേറെ ഓരോ ഇൻഡിവിജ്വൽ ചട്ടിയിലേക്കാണ്. ഞാനിതിങ്ങനെ ചെയ്തിട്ട് കുറച്ച് പ്ലാന്റ് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഗ്രോത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഇതുപോലെ അരി പാകി കിളിപ്പിച്ച് വേറെ പോട്ടിലേക്ക് പറിച്ചു നട്ട് അതെ ഈ ഒരു പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു സെക്ഷൻ ഇതാണ്. ഈ ഒരു ചെടിയിലേക്ക് ഇനി നമ്മൾ വേറൊരു പരിപാടി ചെയ്തു കൊടുക്കണം. ഈ ചെടിയൊക്കെ ഇപ്പൊ ഇത്ര ആയല്ലോ. ഇതിനകത്ത് വേറൊരു ഇത് ഞാൻ ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഇത് ഒരു പ്ലാന്റിന് ചെയ്ത് നോക്കുക. ഞാനൊക്കെ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കണ്ട ഉടനെ നിങ്ങൾ അതങ്ങനെ പോയി എല്ലാ ചെടിയിലും ചെയ്യണ്ട. എന്നിട്ട് അവസാനം എന്നെ ആരും ചീത്ത പറയരുത്. ഞാൻ ഇനി അടുത്ത പരിപാടി ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചറിയാം എന്താണ് ഞാൻ ചെയ്യുന്നതെന്നും അതിന്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അത് താല്പര്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്യുക. എല്ലാവരും അങ്ങനെ ചെയ്യണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്ലാന്റിനെ എടുത്ത് ഞാൻ ഈ പറയുന്ന രീതി നിങ്ങൾ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് സക്സസ് ആയെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത പ്ലാന്റിൽ ചെയ്യുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പരിപാടി എന്താന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഈ ഒരു സാധനം നിങ്ങളെയും കൂടെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇത് നമ്മൾ വെച്ചിട്ട് ഇതിന്റെ ഇവിടം ഫംഗസ് വന്നിട്ട് അഴുകി. അപ്പൊ ഞാൻ എടുത്ത പ്ലാന്റ് എടുത്തിട്ട് അവിടെ ആ അഴുകേന്റെ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ കറുവാപ്പട്ടയില്ലേ അത് പൊടിച്ചത് തേച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ വേറെ വേരൊക്കെ വരാറായി. ഇപ്പൊ ഇതിപ്പോ 1 മാസമായി ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. വേറെ വേരൊക്കെ വന്ന് ചെറിയ നാമ്പൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ. ഇനി അത് റീപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെടി വല്ലതും നിങ്ങൾക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത് കുറച്ച് ദൂരെ കളയരുത്. ഇതുപോലെ ഒന്ന് നോക്കുക. ലാസ്റ്റ് വരെ നമ്മൾ പൊരുതുക. അതിനുശേഷം രക്ഷയില്ലെങ്കിൽ മാത്രമേ ആ പ്ലാന്റ് കളയാവുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. കോഡെക്സ് ചെയ്യുന്ന പറഞ്ഞ പ്ലാന്റ് ഞാൻ കാണിച്ചല്ലോ. അത് വെച്ച് റിക്കവർ ആക്കി എടുക്കുന്നത്. കോഡെക്സ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഉടനെ പ്ലാന്റ് എടുത്ത് ദൂരെ കളയരുത്. ഇപ്പൊ ഇത് ഞാൻ പോട്ട് ചെയ്തു. പുതിയ നാമ്പുകളൊക്കെ വളരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മുടെ ഇന്ന് പോവില്ല. എന്നാലും ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ എല്ലാ പ്ലാന്റുകളെയും മഴക്കാലത്തെ ഇടയ്ക്ക് പോയിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കണം ഞെങ്ങുന്നുണ്ടോ എന്ന്. ഞെങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന് എന്തെങ്കിലും പണി നടക്കുന്നതായിരിക്കും. ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ആയിരിക്കും. പിന്നെ ചെറിയ ഇതുകളും സീലിങ്സും കുറെ ഞാൻ ഇവിടെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറെ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനകത്ത് ഒരു പരിപാടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാമെന്ന്. അതും കൂടി ഈ വീഡിയോയ്ക്ക് ആഡ് ചെയ്താൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പൊ ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. വളരെ ഉപകാരപ്രദമായ ഒരു പരിപാടിയാണത്. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ എന്തായാലും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ പൂർത്തിയാക്കിയാണ്.